നമസ്കാരം. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് മൗദൂദിയുടെ പ്രത്യയശാസ്ത്രം ജനകീയമാക്കാൻ യുവജന വിഭാഗമായ സോളിഡാരിറ്റി. ഇതിന്റെ ഭാഗമായി സയ്യിദ് മൗദൂദിയും ഷെയ്ഖ് ഖറദാവിയും ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തയും വികാസവും എന്ന വിഷയത്തിൽ സോളിഡാരിറ്റി മലപ്പുറം ജില്ലാ കമ്മിറ്റി സംവാദം സംഘടിപ്പിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി വർഗീയ ശക്തികളോ മതരാഷ്ട്രവാദികളോ അല്ലെന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ സർട്ടിഫിക്കറ്റിന് പിന്നാലെയാണ് പരസ്യമായ നീക്കം നടക്കുന്നത്. മലപ്പുറത്ത് നടക്കുന്ന പരിപാടി അവരുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയുടെ UDF പ്രവേശനത്തിന് സഹായകരമാകുമെന്നാണ് ജമാഅത്തെ ഇസ്ലാമി കരുതുന്നത്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണെന്ന് ചൂണ്ടിക്കാട്ടി ന്യൂനപക്ഷ വർഗീയതയ്ക്ക് കുടപിടിക്കുന്ന കോൺഗ്രസ് ലീഗ് നിലപാട് തുറന്നു കാട്ടാനാണ് CPMന്റെ തീരുമാനം. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വെൽഫെയർ ബന്ധം UDFന് തിരിച്ചടിയോ? എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ റജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ, ശ്രീ B. റജി, കോൺഗ്രസ് സഹയാത്രികൻ, ശ്രീ KPO റഹ്മത്തുള്ള, മാധ്യമപ്രവർത്തകൻ, ഒപ്പം A. സജീവൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നിവരെയും പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ശ്രീ B. റജി, താങ്കൾക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാം. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചും അവർക്ക് പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് എന്നതാണ് V.D. സതീശൻ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞിരുന്നത്. ഇപ്പോൾ താങ്കൾക്ക് V.D. സതീശന്റെ വാക്കുകൾ ഒന്നുകൂടി ഒന്ന് കേൾക്കാം. അവര് ആ വാദമൊന്നും അവരില്ല. അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോ ഉന്നയിക്കുന്നില്ല. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനാണ്, UDFനാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത്. കേരളത്തിൽ പൊളിറ്റിക്കൽ ആയിട്ടാണ് പിന്തുണ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞങ്ങളെ പിന്തുണച്ചിരുന്നു, ഇപ്പോഴും പിന്തുണയ്ക്കുന്നു, പിന്തുണ സ്വീകരിക്കും. അവർ ആ വാദങ്ങളൊക്കെ ഉപേക്ഷിച്ചു. അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതാണ് V.D. സതീശന്റെ ന്യായീകരണം. ഇത് വലിയ വിഷയമായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത്. ഇപ്പോൾ പരസ്യമായി തന്നെ അത്തരമൊരു നീക്കത്തിലേക്ക്, മൗദൂദിയുടെ ആശയങ്ങൾ താഴെത്തട്ടിലേക്ക് എത്തിക്കാൻ ചർച്ചാ സദസ്സുകൾ സംഘടിപ്പിക്കുകയാണ് സോളിഡാരിറ്റി. അപ്പോൾ V.D. സതീശൻ പറഞ്ഞതൊക്കെ കള്ളമല്ലേ? നോക്കൂ, ഇവിടെ ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അവകാശവുമുണ്ട്, അനുമതിയുമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയോട് കൂറും വിശ്വസ്തതയും പുലർത്തുകയും ഇന്ത്യയുടെ ഇന്റഗ്രിറ്റിയെ ഉയർത്തിക്കാട്ടുകയും ഹേറ്റഡും വയലൻസും ഒഴിവാക്കുകയും ജനാധിപത്യത്തിൽ വിശ്വസിക്കുകയും മതേതര മൂല്യങ്ങളിൽ വിശ്വാസം ഉറപ്പാക്കുകയും ചെയ്യുന്ന പൊളിറ്റിക്കൽ അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾക്കാണ് ഇലക്ഷൻ കമ്മീഷൻ രജിസ്ട്രേഷൻ അനുവദിക്കുന്നത്. അത്തരത്തിൽ പ്രവർത്തിക്കാമെന്നും ഇന്ത്യയുടെ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കാമെന്നും ഏത് രാഷ്ട്രീയ പാർട്ടികൾ അത്തരത്തിൽ പ്രവർത്തനത്തിന് ഇറങ്ങിയാലും അവരെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയായി നമ്മൾ പരിഗണിക്കേണ്ടി വരും. അത് ഒരു ജനാധിപത്യ രാജ്യത്ത് പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരു വലിയ ഒരു കർത്തവ്യമാണ് നിർവഹിക്കാനുള്ളത്. ജനങ്ങളുടെ പല വിധത്തിലായിട്ടുള്ള പ്രശ്നങ്ങളെ ആർട്ടിക്കുലേറ്റ് ചെയ്ത് അത് ഭരണതലത്തിൽ എത്തിച്ച് അത് നിയമനിർമ്മാണങ്ങളിലൂടെ നടത്തി ജനങ്ങളുടെ ക്ഷേമമായി പരിണതപ്പെടുത്തുന്നതിന്റെ ഏറ്റവും വലിയ ചാലക ശക്തി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന അത് എന്തുമായിക്കോട്ടെ, അവരുടെ രാഷ്ട്രീയ അവര് പ്രവർത്തിക്കുമ്പോൾ ഇതില് ഒരു വെൽഫെയർ പാർട്ടിയാണ് രാഷ്ട്രീയ രംഗത്തുള്ളത്. അവര് ഈ പറഞ്ഞ ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. അവർ രാഷ്ട്രീയമായി കോൺഗ്രസിന് ഒപ്പം ചേർന്ന് നിൽക്കുന്നതിനെ എന്തിനാണ് ഒരു വിമർശനാത്മകമായി അതിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്? നമ്മുടേത് ഒരു ജനാധിപത്യ രാജ്യമല്ലേ? ജനാധിപത്യ പ്രവർത്തനം നടത്തുവാൻ ഇന്ത്യയിലെ ഓരോ പൗരനും അവകാശമില്ലേ? അതിനെ മാത്രമായി ഒറ്റപ്പെടുത്തുകയോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുകയോ ചെയ്യുന്നതിന്റെ സാങ്കത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകും. ഏത് പൊളിറ്റിക്കൽ പാർട്ടിക്കും ആരുടെ പിന്തുണ വേണമെങ്കിലും സ്വീകരിക്കാം, അത് ന്യായീകരിക്കാം. പക്ഷേ അതിന് ന്യായീകരണമായി V.D. സതീശൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ചൂണ്ടിക്കാട്ടിയത് അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നതാണ്. ആ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നത് അവർ പറഞ്ഞിട്ടില്ലല്ലോ എന്ന കാര്യം ആവർത്തിച്ച് V.D. സതീശനോട് ചോദിക്കുന്നുണ്ട്. പിന്നീട് അതൊരു വലിയ ചർച്ച തന്നെയായി നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ താങ്കൾക്ക്. അപ്പോൾ ആ ന്യായീകരണം, ആ ഗുഡ് സർട്ടിഫിക്കറ്റ് ജമാഅത്തേക്ക് കൊടുത്തതാരാണ്? വെൽഫെയർ പാർട്ടിക്ക് കൊടുത്തതാരാണ്? V.D. സതീശനാണല്ലോ. V.D. സതീശൻ അത് പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന ചോദ്യങ്ങൾ അന്ന് തന്നെ ഉയർന്നതാണല്ലോ. ഇപ്പോൾ നോക്കൂ, അവർ തന്നെ, അവരുടെ നേതാക്കൾ തന്നെ ഈ ചർച്ചാ സദസ്സുകൾ
ഏതൊക്കെ രീതിയിലാണ്, എന്താണ് അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അത് പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മൗദൂദിയുടെ ആശയങ്ങൾ താഴെത്തട്ടിൽ വരെ എത്തിക്കുകയാണ് ലക്ഷ്യം. അപ്പോൾ മതരാഷ്ട്രവാദം അവർ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ആ നിലപാട് തെറ്റല്ലേ എന്നതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ ആരുടെ പിന്തുണ വാങ്ങുകയോ കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ശ്രീ ബി റജി, താങ്കളോടാണ്. ശ്രീ കെ പി റഹ്മത്തുള്ള, താങ്കൾ പറയുന്നത് ഓണയർ കേൾക്കാം. നോക്കൂ, ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടിയായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഇവിടെ ഇന്ത്യയിലെ 6 ദേശീയ പാർട്ടികളും 57 സ്റ്റേറ്റ് പാർട്ടികളും 2760 രജിസ്റ്റേർഡ് പാർട്ടികളുമാണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ അവര് മതരാഷ്ട്രവാദം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പ്രവർത്തിക്കാനാവില്ല. ഇനി അവർ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നു എന്ന് താങ്കൾക്ക് എങ്ങനെയാണ് അവകാശപ്പെടാൻ കഴിയുക? അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകൾ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? അതാണല്ലോ ഞാൻ ആദ്യം ചൂണ്ടിക്കാട്ടിയത്. എന്താണ് ഈ മലപ്പുറത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി എന്നത്. മലപ്പുറത്ത് ഇന്ന് ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് 7 മണിക്കാണ് ഈ പരിപാടി ആരംഭിക്കുന്നത്. മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല, അവരുടെ പ്രവർത്തകർക്ക് മാത്രമുള്ള ഇടമാണ്. ഇത് വിവാദമായതിനു ശേഷമാണ്. ആദ്യം മാധ്യമങ്ങൾക്ക് ക്ഷണമുണ്ടായിരുന്നു, പിന്നീട് അത് മാധ്യമങ്ങളെ വിലക്കിക്കൊണ്ടാണ് ഇപ്പോൾ ആ പരിപാടി നടക്കുന്നത്. ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തകൾ പലതരത്തിൽ വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ സോൾഡാരിറ്റി മലപ്പുറം സംഘടിപ്പിക്കുന്ന ചർച്ചാ സദസ്സ് പ്രസക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ടി ഇസ്മായിൽ അവരുടെ സോൾഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ജനറൽ സെക്രട്ടറിയാണ്. ടി ഇസ്മായിൽ സമൂഹ മാധ്യമത്തിലിട്ട പോസ്റ്റ് നമുക്ക് കാണാം. മൗദൂദിയെ വില്ലനൈസ് ചെയ്യുന്നതിൽ പൂർണ്ണമായി വിജയിച്ചുവെന്ന് കരുതുന്ന സംഘപരിവാർ സെക്യുലർ സൈക്കിളിന്റെ മൂർധാവിൽ ഉള്ള പ്രഹരം കൂടിയാണ് ഈ ചർച്ചാ സദസ്സ് എന്നത് ഈ പോസ്റ്റിൽ ടി ഇസ്മായിൽ അവകാശപ്പെടുന്നുണ്ട്. മൗദൂദി ചിന്തകൾ കൂടുതൽ കരുത്തോടെ ലോകത്തെ നയിക്കും, പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ സോൾഡാരിറ്റിയുടെ, വെൽഫെയർ പാർട്ടിയുടെ, അവരുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സംഘടനകളുടെ എല്ലാ പ്രവർത്തകരും ഇത് ഈ രീതിയിൽ താഴെത്തട്ടിലേക്ക് ആശയങ്ങൾ എത്തിക്കുകയാണ്. ഇത് ഒരു പരിപാടിയിൽ അവസാനിക്കുന്നതല്ല, ഇതൊരു ചർച്ചാ സദസ്സാണ്. നിരവധി പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കാനാണ് അവരുടെ തീരുമാനം. അത്തരത്തിൽ ഏതെങ്കിലും ചർച്ചാ സദസ്സുകളൊക്കെ ഇന്റേണലായി ഏതെങ്കിലും സാമുദായിക സംഘടനകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് അവരുടെ ഒരു രാഷ്ട്രീയ നിലപാടായി കരുതാൻ കഴിയുമോ? ഇന്ത്യയിൽ മതരാഷ്ട്രവാദം ഉന്നയിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും പ്രവർത്തിക്കാൻ കഴിയില്ല. നമ്മുടേത് ഭരണഘടനാ അധിഷ്ഠിതമായ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. സെക്യുലറിസത്തിൽ വിശ്വസിക്കുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് മാത്രമേ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ കഴിയൂ. ഔദ്യോഗികമായി ഈ സംഘടനയുടെ ഏതെങ്കിലും ഭാരവാഹികൾ അത്തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ സംബന്ധിച്ച് ഒരു സംവാദത്തിന് ഇരിക്കാം. പക്ഷേ ഒരു ജനാധിപത്യ രാഷ്ട്രം എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് പ്രവർത്തിക്കണമെങ്കിൽ അവർ ഇന്ത്യയുടെ മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കണം, വയലൻസിനെ അവരെ എതിർക്കണം, ഹേറ്റഡ് വരാൻ പാടില്ല, സാമൂഹ്യ നീതി. ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയല്ലേ ശ്രീ ബി റജി ബി ജെ പിക്കും RSSനെതിരെയും സന്ധിയില്ലാത്ത യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ആളല്ലേ രാഹുൽ ഗാന്ധി? ഇവിടുത്തെ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന, രാജ്യം ഭരിക്കുന്ന പാർട്ടി, ലോകത്തെ തന്നെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടന. അപ്പോൾ അവർക്കെതിരെ സന്ധിയില്ലാത്ത യുദ്ധം നയിക്കുന്നതിനുള്ള ന്യായീകരണം എന്താണ് എന്നൊരു ചോദ്യം വരും. നിങ്ങൾ ഈ പറയുന്നതാണ് ന്യായമെങ്കിൽ. നോക്കൂ, RSS എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനമല്ല. അത് ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുന്ന പൊളിറ്റിക്കൽ പ്രസ്ഥാനമല്ല പ്രവർത്തിക്കുന്നതാണ്. പക്ഷെ വെൽഫെയർ പാർട്ടി ആഗണത്തിൽ നമുക്ക് പെടുത്താൻ കഴിയുമോ? BJP ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനമല്ലേ? ഇന്ത്യയിൽ ജമാഅത്തും പൊളിറ്റിക്കൽ പ്രസ്ഥാനമല്ല. നോക്കൂ, നമ്മൾ വെൽഫെയർ പാർട്ടിയെ കുറിച്ച് ചിന്തിക്കാം. വെൽഫെയർ പാർട്ടി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലേ? ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ ഇന്ത്യയുടെ മതേതര ഭരണഘടനയിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാൻ സാധിക്കുകയുള്ളൂ. BJP അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിയല്ലേ? രാജ്യം ഭരിക്കുന്ന പാർട്ടിയല്ലേ? അപ്പോൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം എല്ലാ തരത്തിലും മഹത്തരമാണ് എന്ന് പറയുകയാണെങ്കിൽ, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി മതേതരത്വത്തിനെതിരെയോ ഇന്ത്യയിൽ വയലൻസിന് പ്രാധാന്യം നൽകിയോ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുകയോ പരസ്പര വിദ്വേഷത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുകയോ ചെയ്താൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് പ്രവർത്തിക്കുവാൻ ഇന്ത്യ മഹാരാജ്യത്ത് അനുമതി ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ അവർ മതേതരമായി ഇടപെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ പ്രചരണത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് വരത്തില്ലേ? കോൺഗ്രസ് നടത്തുന്ന പ്രചരണത്തിന്. നോക്കൂ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. 44 വർഷം അവര് CPM-മായി യോജിച്ച് പ്രവർത്തിച്ചപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നില്ലല്ലോ നമ്മുടെ സമൂഹത്തില്. ഇത്
ഇത് ഇപ്പോ കോൺഗ്രസിന് ജമാഅത്തെ ഇസ്ലാമിയോ അല്ലെങ്കിൽ അതിന്റെ വെൽഫെയർ പാർട്ടിയോ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ പെട്ടെന്ന് അവര് ഒരു മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു വർഗീയ പാർട്ടിയായി മാറുന്നു. എന്ത് അതിശയകരമാണ് കേരളത്തിലെ നമ്മുടെ രാഷ്ട്രീയ ചില ഭരണകക്ഷിയിൽപ്പെട്ടവരും CPM-ന്റെ ചില നേതാക്കളും ഒക്കെ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ. എത്രയോ വർഷമായി, അതായത് 96-ലും 2011-ലും ഒക്കെ തന്നെ വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്ന് എത്രയോ പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി പല മണ്ഡലങ്ങളും പല പ്രാദേശിക ഡിവിഷനുകളും പിടിച്ചിട്ടില്ലേ? അവർ തന്നെ അത് തുറന്നു പറഞ്ഞിട്ടില്ലേ? അത് CPM പോലും അംഗീകരിച്ചിട്ടുള്ളതല്ലേ? ഇവിടെ നമ്മളൊരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ആ ജനാധിപത്യപരമായി പ്രവർത്തിക്കുവാൻ നമുക്ക് അനുമതി ലഭിച്ചിട്ടുണ്ടോ? അത് നിയമപരമാണോ? അത് ജനാധിപത്യപരമാണോ? അത് ഭരണഘടനാപരമാണോ എന്നാണ് നമ്മൾ ഇവിടെ വീക്ഷിക്കേണ്ടത്. അല്ലാതെ ഒരു സംഘം ആളുകൾ നിയമവിരുദ്ധമായി ചെയ്യുവാണെങ്കിൽ നിയമപരമായ നടപടി അവർക്കെതിരെ സ്വീകരിക്കാൻ കഴിയും. നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുക. ഞാൻ ആത്യന്തികമായി ഒരു ജനാധിപത്യ വിശ്വാസിയാണ്. പാർലമെന്ററി ഡെമോക്രസിയിൽ വിശ്വസിക്കുന്ന അങ്ങേയറ്റത്തെ മതേതരവാദിയായിട്ടുള്ള ഒരാളാണ്. അത്തരത്തിൽ ഒരു പൗരന് അവന് ആഗ്രഹിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയിൽ വിശ്വസിക്കാൻ കഴിയും. അത് പ്രചരിപ്പിക്കുവാൻ നമ്മുടെ ഭരണഘടന അനുമതി നൽകുന്നുണ്ട്. ഇവിടെ നമ്മൾ ആ രീതിയിൽ ആ അർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ അത്തരത്തിൽ ഭരണഘടനാ ദത്തമായി അവർക്ക് പ്രവർത്തിക്കുവാൻ, ഇന്ത്യയിൽ പ്രവർത്തിക്കുവാൻ അനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ പൊളിറ്റിക്കൽ പാർട്ടിയെ വർഗീയ പാർട്ടി എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്തുവാൻ കഴിയുമോ? RSS എന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല, അത് അങ്ങ് അറിയാമല്ലോ. അതേസമയം പൊളിറ്റിക്കൽ വിഭാഗം എന്ന് പറയുന്നത് BJP ആണല്ലോ. അപ്പൊ BJPക്ക് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? അത് ജനാധിപത്യത്തിൽ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതല്ല, പിന്തുണ വാങ്ങുന്നോ ഇല്ലയോ എന്നുള്ളത് മാത്രവുമല്ല, അവർക്ക് കൊടുത്ത ഗുഡ് സർട്ടിഫിക്കറ്റ് അത് പിൻവലിക്കേണ്ടി വരുമോ? അതിന്റെ അന്തസത്ത എന്താണ് എന്നതാണല്ലോ ഞാൻ ചോദിച്ച ചോദ്യം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ എ സജീവൻ, നോക്കൂ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബന്ധം വലിയ ചർച്ചയായിരുന്നു. വലിയ ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം അത് നീണ്ടു നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. പലപ്പോഴും പല തെരഞ്ഞെടുപ്പുകളിലും അതൊരു പ്രധാന വിഷയമായി തന്നെ വന്നിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ അത് കണ്ടു. അത് പരസ്യമായ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് അവരെ ന്യായീകരിച്ചുകൊണ്ട് അവർക്ക് ഒരു പക്ഷേ മുന്നണി പ്രവേശനം സാധ്യമാകുമെന്ന സൂചനകൾ പോലും നൽകിക്കൊണ്ട് UDF നേതാക്കൾ സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വളരെ പ്രകടമായി തന്നെ എന്താണ് തങ്ങളുടെ അസ്തിത്വം എന്നത് പ്രകടമാക്കിക്കൊണ്ട് താഴെത്തട്ടിലേക്ക് തങ്ങളുടെ ആശയങ്ങൾ എത്തിക്കാനുള്ള വളരെ പരസ്യമായിട്ടുള്ള പ്രചാരണ പരിപാടികൾ തുടങ്ങുന്നു എന്ന് വരുമ്പോൾ ഇത് കേരള രാഷ്ട്രീയത്തെ ഏതൊക്കെ തരത്തിൽ പിടിച്ചു കുലുക്കും? നമ്മൾ കാണേണ്ട വെൽഫെയർ പാർട്ടിയല്ല, വെൽഫെയർ പാർട്ടിയുടെ അടിസ്ഥാന ഘടകമായിട്ടുള്ള അല്ലെങ്കിൽ മാതൃസംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയാണ്. അതാണ് മൗദൂദിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന മൗദൂദി രൂപീകരിച്ച പ്രസ്ഥാനം. ലോകത്തിലെ പല രാജ്യങ്ങളിൽ ഇത് പേരൂന്നിയിട്ടുണ്ട്. ഇന്ത്യയിലും ഇന്ത്യയിൽ കശ്മീരിൽ വേറൊരു ജമാഅത്തെ ഇസ്ലാമി ആണ്. ഇവിടെ ഇന്ത്യയിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദാണ്. അത് തീർച്ചയായിട്ടും മൗദൂദിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ തന്നെയുള്ള സംഘടന. RSSനെ പോലെ രാഷ്ട്രീയം പാർട്ടി അല്ലെങ്കിൽ പോലും രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയെ പറയുക. അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്ലാമിക ഭരണം എന്നുള്ളത് തന്നെയാണ്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ മാത്രമല്ല, എല്ലാ മുസ്ലിം സംഘടനകളും ഈ ഖലീഫയുടെ അല്ലെങ്കിൽ ഖിലാഫത്തിന്റെ രീതിയിൽ ഭരണം കൊണ്ടുപോകണം. ഇസ്ലാം പണ്ട് പ്രവാചകൻ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ഭരണമാണ് വേണ്ടത്. അതിൽ സിവിൽ നിയമങ്ങളും ആണെങ്കിലും ക്രിമിനൽ നിയമങ്ങളാണെങ്കിലും അത് പാലിക്കണം. അതാണ് കുറ്റമറ്റതായിട്ടുള്ള ഭരണം എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി മൗദൂദി ഒരു പടി കൂടി കടന്നുകൊണ്ട് ആ രീതിയിലുള്ള ഭരണ സംവിധാനമാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് എന്ന് പറഞ്ഞ് പൊളിറ്റിക്കൽ ഇസ്ലാം മുന്നോട്ടേക്ക് വെച്ചയാളാണ്. അപ്പൊ അതിനെ തള്ളി പറയാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരിക്കലും കഴിയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ സംഘടനയായിട്ട് വെൽഫെയർ പാർട്ടി സ്വാഭാവികമായിട്ടും അവരിപ്പോൾ ഇന്ത്യയുടെ അവസ്ഥയിൽ എന്ത് പറഞ്ഞാലും അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള നയം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം തന്നെയാണ്. അപ്പൊ നമ്മൾ അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അതിനെ സതീശനെ പോലുള്ള ആളുകൾ വ്യാഖ്യാനിക്കുമ്പോഴാണ് അത് സതീശൻ വ്യാഖ്യാനിക്കുന്നതിന് കാരണം പോലും ആയിട്ടുള്ളത്. ഇത് സതീശനെ പറയുന്നതിന് തൊട്ടു മുമ്പേ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറഞ്ഞു, ഞങ്ങൾ പഴയ പോലെ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കമന്റ് ഉണ്ടായിരുന്നു. അത് വെച്ചുകൊണ്ടാണ് ഇവർക്ക് ഇപ്പോൾ അതിൽ പിന്മാറി എന്ന് പറയുന്നത്. ഒരിക്കൽ പോലും ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനത്തിന് ആ പ്രസ്ഥാനം മൗദൂദി രൂപീകരിച്ച രീതിയിലാണ് മുന്നോട്ടേക്ക് പോകുന്നതെങ്കിൽ അത് മാറാൻ പറ്റും. CPM എന്ന് പറയുന്ന മാർക്സിസം ലെനിനിസം കളഞ്ഞുകൊണ്ടുള്ള ഒരു പാർട്ടിയാ പിന്നെ അത് CPM ആവാനില്ലോ. അതേപോലെ ജമാഅത്തെ ഇസ്ലാമിക്ക്
മൗദൂദിയുടെ ആശയങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. അത് അവരുടെ തത്വമായിട്ടുള്ള കാര്യമാണ്. അത് തന്നെയാണ് ഇപ്പോ വെൽഫെയർ പാർട്ടി. മൗദൂദിയെ തള്ളി പറയാൻ ഞങ്ങളില്ല എന്നുള്ളതാണ്. മൗദൂദിയെ തള്ളി പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ഇല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയും ഇല്ല. അപ്പൊ അവർക്ക് അവരുടെ രീതിയിൽ മുന്നോട്ടേ പോകാൻ പറ്റും. ഈ കോൺഗ്രസ് എടുത്തിട്ടുള്ള കോൺഗ്രസിൽ ഈ അഭിപ്രായ പ്രകടനം നടത്തിയുള്ള വി ഡി സതീശനാണ്. അദ്ദേഹം പറഞ്ഞു കേൾക്കുന്നതിന് മുമ്പേ തന്നെ കാര്യങ്ങൾ പറയാം. ഒരിക്കൽ പോലും ഒരു പ്രസ്ഥാനത്തിന്റെ അതിന്റെ ആശയങ്ങൾ ഇപ്പൊ കോൺഗ്രസിന്റെ ഭരണഘടനയും കോൺഗ്രസിന്റെ ആശയങ്ങളും ഒക്കെ ഇല്ലാതെ ആക്കിക്കൊണ്ട് വേറെ രീതിയിൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അതേപോലെയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് അദ്ദേഹം വിചാരിച്ചത്. പക്ഷെ അതിനപ്പുറത്തേക്ക് അദ്ദേഹം അനാവശ്യമായ രൂപത്തിൽ ഇതൊരു എന്താണ് ജനാധിപത്യ മതേതര പ്രസ്ഥാനമാണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരിക്കലും പോലും ആകാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പൊ താങ്കൾ തന്നെ നേരത്തെ റെജിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. RSS ഇതേപോലെ അവർ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന പ്രസ്ഥാനമാണ്. RSSന്റെ പൊളിറ്റിക്കൽ സംഘടനയായിട്ടുള്ള BJP അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള താല്പര്യം എന്ന് പറയുന്നത് മതരാഷ്ട്രമാണ്. അതല്ലാതെ മതരാഷ്ട്രം ഞങ്ങൾ വേണ്ട, ഹിന്ദു രാഷ്ട്രമല്ല എന്ന നിലയിലേക്കൊന്നും അവർ പോയിട്ടില്ല. പക്ഷെ ജനങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഹിന്ദുക്കളാണ്. അതാണല്ലോ പുതിയ രീതിയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം പോലും മോഹൻ ഭഗവത് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിലുള്ള എല്ലാ ആളുകളൊക്കെ ഇന്ത്യൻ പൗരന്മാരെല്ലാം ഹിന്ദുക്കളാണ്, അതുകൊണ്ട് നമ്മൾ ഹിന്ദു രാഷ്ട്രമാണല്ലോ എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതൊരു പൊളിറ്റിക്കൽ അതിനെ ന്യായീകരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ അത് ഞങ്ങൾ ഈ പുതിയ രീതിയിൽ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ പോകുന്നു എന്ന് പറയുന്നതിന് അപ്പുറത്ത് ഇത് ഹിന്ദു രാഷ്ട്രമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് പോവാം. ഇതേ രീതിയിലാണ്. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ മതേതര ഇന്ത്യയിൽ ഞങ്ങൾ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നു എന്ന് പരസ്യമായി പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ RSS എങ്ങനെയാണോ ആ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നത്, RSSന്റെ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള BJP എങ്ങനെയാണോ ആ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നത്, ഹിന്ദു മഹാസഭ എങ്ങനെയാണോ അത് ഉന്നയിക്കുന്നത്, അതേപോലെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി. അവര് നാളെ മൊത്തം മാറ്റിയിട്ട് ഇസ്ലാമിക രാഷ്ട്രമാക്കണം എന്നല്ല, അവരുടെ ഐഡിയോളജി അനുസരിച്ചിട്ട് ഏറ്റവും നല്ല ക്രിമിനൽ പ്രൊസീജിയറും ഏറ്റവും നല്ല സിവിൽ പ്രൊസീജിയറും ഇസ്ലാമികമായിട്ടുള്ള ഒന്നാണ്, പ്രവാചകൻ പറഞ്ഞതാണ് എന്ന രീതിയിൽ അത് അവര് മുന്നോട്ടേക്ക് എന്തായാലും പോകും. അത് ഉപേക്ഷിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല. ഇവിടെ സതീശനെ പോലുള്ള ആളുകൾക്ക് എത്രമാത്രം ന്യായീകരിക്കാൻ പറ്റുന്നതാണ് പ്രശ്നം. അത് അവർക്കൊരു തിരിച്ചടി. ഇതിലൊരു പ്രധാനപ്പെട്ട ചോദ്യം അതാണ്, ഇത് തിരിച്ചടിയാകുമോ ഇല്ലയോ എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ പൊളിറ്റിക്കൽ രംഗത്ത് തിരിച്ചടിയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മുസ്ലിം സംഘടനകളിൽ തന്നെ ഇപ്പൊ സുന്നികൾ ഒരിക്കൽ പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ രാഷ്ട്രീയ നിലപാടിനോട് യോജിക്കാത്തവരാണ്. പ്രത്യേകിച്ച് EK വിഭാഗം സുന്നികൾ. UDFന് വളരെ പിന്തുണ കൊടുക്കുന്നതാണല്ലോ EK വിഭാഗം. അവരുടെ കണ്ണിൽ കരടാണ് ജമാഅത്തെ ഇസ്ലാമി. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കുറെ കൂടി ശക്തമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കേണ്ടി വരും. അവരെ പിന്തുണയ്ക്കുന്ന പാർട്ടികൾക്ക് ഒരുപക്ഷെ അവർ രാഷ്ട്രീയമായിട്ട് വോട്ടായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകും. അതിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമെന്നാണ് ഞാൻ കരുതുന്നത്. ശരി, എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPMന് പറയാനുള്ളത് നോക്കാം. കോൺഗ്രസ് നേതാക്കൾ KPCC അധ്യക്ഷനെ ഉൾപ്പെടെ ഉള്ളവരോട് മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ തേടുമ്പോൾ അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ചർച്ചാ സദസ്സുകൾ സംഘടിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, പഠിച്ചിട്ടില്ല എന്ന പ്രതികരണമാണ്. മറ്റ് പ്രതികരണങ്ങൾ ഒരു നേതാക്കന്മാരും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ്. അതായത് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനപക്ഷ വർഗീയവാദികൾക്ക് ലീഗും കോൺഗ്രസും അത് ഉൾക്കൊള്ളുന്ന UDFും ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ. ഈ RSS വിഭാഗവും ഈ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വിഭാഗവും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളായിട്ടാണ് നിലകൊള്ളുന്നതും ഈ രണ്ട് വിഭാഗവും ഇന്ത്യൻ ഭരണഘടന മുന്നോട്ടേക്ക് വെക്കുന്ന മതനിരപേക്ഷ നിലപാടിനെയും ഫെഡറലിസം, ജനാധിപത്യം തുടങ്ങിയ കാഴ്ചപ്പാടുകളെയും നിരാകരിക്കുന്ന വിഭാഗമാണ്. ഈ രണ്ട് മതവർഗീയ ശക്തികളെയും എതിർത്തുകൊണ്ട് മാത്രമേ നമുക്ക് ഭരണഘടനയെയും ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തെയും സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ.
ശ്രീ റെജി ലൂക്കോസ്, ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും എതിർക്കുക എന്നതാണ് ഇടത് നയം. CPM കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെയും ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. RSSന്റെ 100ാം വാർഷികമായിരുന്നു. അതിൻ്റെ ഭാഗമായി നാണയം ഇറക്കിയതുൾപ്പെടെയുള്ള കാര്യങ്ങളെ വലിയ നിശിതമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടു തന്നെയാണ് ഈ ചർച്ചാ സദസ്സുമായി ബന്ധപ്പെട്ടുള്ള മൗദൂദി ആശയങ്ങൾ താഴെത്തട്ടിലെത്തിക്കാനുള്ള, ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ള അവരുടെ ആശയങ്ങൾ താഴെത്തട്ടിലെത്തിക്കാനുള്ള ഈ നീക്കത്തെ VD സതീശൻ എതിർക്കുന്നത്. അപ്പോൾ ഇത് രാഷ്ട്രീയമായും തുടർന്നു വന്ന നയങ്ങളുടെ ഭാഗമായും ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ് എന്ന ബോധ്യത്തിലാണോ ഈ വിഷയത്തിൽ CPM ഇടപെടൽ? താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വർഗീയതയ്ക്കെതിരായിരുന്നു. അത് കഴിഞ്ഞ കുറെ നാളുകളായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ പരസ്യമായിട്ട് തന്നെ ഇത്തരക്കാരുടെ വോട്ട് വേണ്ടെന്ന പരസ്യമായിട്ട് പ്രഖ്യാപിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. ഇവിടെ VD സതീശനാണ് നമുക്ക് മറുപടി നൽകേണ്ടത്. VD സതീശന് ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറാണ്, അത് ഉസ്താദാണ്. അവര് മതവാദം ഉപേക്ഷിച്ച് അവർ ജനാധിപത്യത്തിലാണ് വിശ്വസിക്കണമെന്ന് പറയാനായിട്ട്. അങ്ങനെയാണ് എനിക്കൊരു ചോദ്യമുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ മൗദൂദി പാകിസ്ഥാനിയാണ്. അയാൾ സ്ഥാപിച്ചതിനെന്നറിയുമോ? അവരുടെ ഭരണഘടന നോക്കണം. അവരിപ്പോ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല, അവര് മതവാദത്തിലാണ്, പൊളിറ്റിക്കൽ ഇസ്ലാമിലാണ് വിശ്വസിക്കുന്നത് എന്നാണ്. ഒരു മതഭരണം വരണം എന്നാണ് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള പോളിസി എന്ന് പറയുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ 8-9 മാസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിൽ ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് ഹസീനെ അട്ടിമറിച്ചതാരാണ്? ഇതേ ജമാഅത്തെ ഇസ്ലാമിയാണ്. അവരുടെ ഏകാധിപതിയെ ഒരു നൊബൽ പ്രൈസ് കിട്ടിയെന്ന് പറയുന്നത് 86-കാരനായ യൂസഫിനെ കൊണ്ട് അവിടെ വെച്ചിരിക്കുന്ന എന്തിനാ? മത രാഷ്ട്രവാദത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ലോകത്തിലെ ഏതാണ്ട് 60ഓളം രാജ്യങ്ങളിൽ ഈ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. ഇന്ത്യക്കായിട്ട് അവർക്ക് പ്രത്യേക നയമില്ല. ഇന്ത്യയിൽ ഞങ്ങള് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു, ഞങ്ങള് മൗദൂദി പറഞ്ഞ മതവാദത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് ഇവരാർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതാണ് അവരെന്താണ് അവരുടെ ആശയങ്ങൾ എന്താണ്? ഇപ്പോൾ ഒരു മലപ്പുറത്ത് അടച്ചിട്ട ഒരു ഹാളിൽ നിന്ന് അവരുടെ ആളുകളെ പഠിപ്പിക്കാൻ തോന്നുന്നു ഇതേ ആശയം തന്നെ അല്ലെ? അവർ പരസ്യമായിട്ട് അവരുടെ മൗദൂദിയെ ഞങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു, മൗദൂദി ആശയങ്ങളുമായിട്ട് ഞങ്ങൾ ബന്ധമില്ല. അങ്ങനെ പറയുമ്പോൾ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി അവർ പിരിച്ചുവിടേണ്ടവരും. ഇനി VD സതീശൻ ചെയ്തതെന്താണ്? അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. VD സതീശൻ ഇന്ന് രാഷ്ട്രീയപരമായിട്ട് കേരളത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. ആ VD സതീശന്റെ പാർട്ടിക്കുള്ളിലെ ഏതാണ്ട് 16 MLA-മാർ ഇദ്ദേഹത്തിനെതിരെ നിലപാടെടുത്തു കഴിഞ്ഞു. ഇദ്ദേഹത്തിന് കളയണം എന്ന് പറഞ്ഞു, ഇദ്ദേഹത്തിന് നേതൃസ്ഥാനത്ത് മാറ്റണമെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തെ കൊണ്ട് പോയാൽ 5-6 സീറ്റിൽ കൂടുതൽ കേരളത്തിൽ ഈ പറഞ്ഞ കോൺഗ്രസ് ജയിക്കുകയില്ല എന്നുള്ളത് കഴിഞ്ഞ തിങ്കളാഴ്ച അവരുടെ തന്നെ അടച്ചിട്ട മുറിയിലുള്ള MLA-മാരുടെ നിയമസഭാ കക്ഷിയിൽ പറയാൻ കാരണം എന്തുകൊണ്ടാണ്? ഇതുപോലുള്ള വർഗീയവാദികളായിട്ട് കൂട്ടുകൂടിയിട്ടുണ്ട് കേരളത്തിലെ പൊതുസമൂഹം. 99% പൊതുസമൂഹം ഇവരെ എഴുതിത്തണ്ടെന്നുള്ള യാതൊരു സംശയമില്ല. ഞാനൊന്ന് ഇടപെട്ടോട്ടെ ശ്രീ റെജി ലൂക്കോസ്. നോക്കൂ, ഈ പ്രസ്താവന VD സതീശൻ നടത്തുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം എന്താണ് എന്നത് നമുക്ക് മുന്നിലുണ്ട്. ആ ഘട്ടത്തിൽ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടിരുന്നല്ലോ. ഒരു ചാനലിന് MV ഗോവിന്ദൻ നൽകിയ അഭിമുഖം നമുക്ക് മുന്നിലുണ്ടല്ലോ. അതിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത്? ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വിവാദമായ അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്തായിരുന്നു? അനിവാര്യമായ ഘട്ടത്തിൽ RSSനൊപ്പം ചേർന്നിട്ടുണ്ട് എന്നതാണ്. ജമാഅത്തെ ഈ വെൽഫെയർ പാർട്ടിയുമായി നിങ്ങളും സന്ധി ചെയ്തിട്ടില്ലേ, അല്ലെങ്കിൽ അവരുടെ വോട്ട് നിങ്ങളും മേടിച്ചിട്ടില്ലേ എന്ന ചോദ്യവും അതേ അഭിമുഖത്തിൽ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അവർ ഓരോ ഇടത്ത് ഓരോ നിലപാടെടുത്ത് അവർ പിന്തുണച്ച ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം ആ അഭിപ്രായം രേഖപ്പെടുത്തുന്നതും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെയാണ്. അതേ MV ഗോവിന്ദനാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യങ്ങളും പറഞ്ഞത്. ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചു തന്നെയായിരുന്നത്. അതായത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന പൊതു തിരഞ്ഞെടുപ്പിൽ അന്ന് സോഷ്യൽ മീഡിയയോ ചാനലുകൾ പോലും ഇല്ലാത്ത കാലമാണ്. അന്ന് ജനതാ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി സംഘടിച്ചു. അതിന്റെ കീഴിലുള്ള അതിനോടൊപ്പം നിന്ന പാർട്ടികളെയും ഇന്ത്യയിലെ ജനാധിപത്യത്തിൽ അല്ലെ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളെയും കൂട്ടിയോജിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആ കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയുടെ ഒരു മുഖമായിരുന്നത് RSS അതിന് ഒപ്പം ഉണ്ടെന്നുള്ളതല്ലായിരുന്നു. അന്ന് ജനാധിപത്യം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അതൊരു വസ്തുത തന്നെയാണ്. അതിനെയാണ് നിങ്ങളിപ്പോ ഈ രീതിയിൽ കഴിഞ്ഞ സാഹചര്യം ആർക്കും എങ്ങനെ വേണമെങ്കിലും വിശദീകരിക്കാലോ. 10 വർഷമായി പുറത്തു നിൽക്കുന്ന അധികാരത്തിന് പുറത്തു നിൽക്കുകയല്ലേ കോൺഗ്രസിനെ സംബന്ധിച്ച്, അവര് UDFനെ സംബന്ധിച്ച്. അപ്പോ ഇതിനെതിരെ പോരാടാൻ ആരുടെ സഹായവും ഞങ്ങളും മേടിക്കും, ഇതൊരു അടിയന്തര ഘട്ടമാണ് എന്ന് അവർക്ക് വേണമെങ്കിൽ വിശദീകരിക്കാവുന്നതേ ഉള്ളൂ. അന്ന് ആ അഭിമുഖം നടക്കുമ്പോൾ ഇതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്താണ് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്.
അദ്ദേഹം ഒരല്പം പോലും അതിൽ നിന്ന് പിന്നോട്ട് പോയില്ല. സത്യം തുറന്നു പറയാൻ എനിക്കൊരു പ്രശ്നവുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതേ MV ഗോവിന്ദനാണ് ഇന്ന് പറയുന്നത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത അജണ്ട സെറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണല്ലോ. അടുത്ത തെരഞ്ഞെടുപ്പുകളും വരികയാണല്ലോ. അപ്പോൾ നിങ്ങൾ കൂട്ടുകുടുംബം നല്ലത്, ഞങ്ങൾ കൂട്ടുകുടുംബം മറ്റുള്ളവരാകുമ്പോൾ ഇതാണ് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനേ അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന ഉപകരിക്കുകയുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞില്ലേ, വിചിത്രമായ ചോദ്യങ്ങളാണ് ഇപ്പൊ രേണുക എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ എന്താണ്, ഇവിടെ എത്രയോ ഗ്യാലൻ വെള്ളം പുഴകളിലൂടെ ഒഴുകി കഴിഞ്ഞിരിക്കുന്നു. അരനൂറ്റാണ്ടിന് മുമ്പ് ജനാധിപത്യം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയായിട്ട് യോജിച്ചപ്പോൾ നിങ്ങൾ അവരെ ഈ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ദൗർബല്യം കൊണ്ടാണ്. എനിക്കിവിടെ സംസാരിക്കുന്നത് അതൊന്നുമല്ല. ഞാനൊന്നും വ്യാഖ്യാനിച്ചതല്ല. ഞാൻ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഒരു വ്യാഖ്യാനവും അക്കാര്യത്തിൽ നടത്തിയിട്ടില്ല. അല്ല, രേണുക എന്നോട് മാത്രം ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് തടസ്സപ്പെടുന്നത് എന്താ? അതൊരു രസകരമായ ഒരു ഇതല്ലോ. ഞാൻ പറയുന്നത് പറഞ്ഞു വരും കേൾക്കും. ഇവിടുത്തെ വിഷയം എന്താണ്? ഇവിടുത്തെ പ്രശ്നം ഇപ്പൊ എന്നോട് ചോദിച്ചു, അടിയന്തരാവസ്ഥക്കാരനാണ് ഇപ്പോൾ അവർ 10 വർഷമായിട്ട് പുറത്തു നിൽക്കാന്ന് പറഞ്ഞു. അവരിപ്പോൾ പുറത്തു നിൽക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അവരെ വിലക്കിയതിന്റെ പേരിലാണോ? ജനാധിപത്യത്തിനെ ഹത്യതിന്റെ പേരിലാണോ? അല്ല, അവരെ ജനങ്ങൾ എഴുത്തള്ളിന്റെ പേരിലാണ് ഒരു 10 വർഷമായിട്ട് അവർ പുറത്തു നിൽക്കുന്നത്. ഇവിടുത്തെ വിഷയം എന്താണ്? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഒരു ജനാധിപത്യ സംഘടനയാണെന്ന് എന്റെ പ്രിയ സുഹൃത്ത് പി റജിയോട് പറഞ്ഞു. എന്റെ ഒരു ചോദ്യം, പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു, അവർക്ക് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു, അതിപ്പോ നിരോധിച്ചിരിക്കുക. ഈ RSS BJP സജീവ് സാർ സൂചിപ്പിച്ചു, അത് മതാധിഷ്ഠിത സംഘടന തന്നെയാണ്. ശിവസേന എന്ന് പറയുന്ന മതാധിഷ്ഠിത സംഘടന തന്നെയാണ്. അത്തരം സംഘടനകൾക്കെതിരെ നിങ്ങൾ വിരൽ ചൂണ്ടാകുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി പോലുള്ള പരസ്യമായിട്ട് തന്നെ മതരാഷ്ട്രവാദികളായ ജനാധിപത്യത്തിൽ ഈ വേർതിരുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തെ താങ്കൾ വിശ്വസിക്കുന്നില്ല എന്ന് 2014 അവര് സലജ നടക്കുന്നില്ല, അവരുടെ ഒരു ഇതുപോലെ ഒരു സമ്മേളനത്തിൽ പരസ്യമായിട്ട് പ്രഖ്യാപിച്ച. അപ്പൊ ചോദ്യം പറഞ്ഞു, ഞങ്ങളുടെ മൗദൂദി ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് അതാന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് ഭരണഘടനയുള്ള ഒരു പ്രസ്ഥാനത്തെ ജനാധിപത്യവാദികളായ ഒരു മാറി ഇന്ന് വെള്ളം പൂശാനായിട്ട് ഈ VD സദസ്സിൽ അവരുടെ അമീറാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ പരസ്യമായിട്ട് പറയട്ടെ, ഞങ്ങൾ മൗദൂദി ഉപേക്ഷിച്ചു എന്നവർ പറയട്ടെ. അപ്പൊ ഇത് പിന്നെ നിലമ്പൂര് മാത്രമല്ല, പാലക്കാട് തെരഞ്ഞെടുപ്പ് എന്താണെന്നത് രേണുകൾക്ക് അറിയാമല്ലോ. രേണു വളരെ സീനിയറായ ഒരു ജേർണലിസ്റ്റ് അല്ലേ. പാലക്കാട് അവർ പരസ്യമായിട്ട് ഈ SDPയെയും ഈ ജമാഅത്തെ ഇസ്ലാമിയെയും പരസ്യമായിട്ട് പിന്തുണ പറഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് വേണോ എന്ന് ചോദിച്ചപ്പോൾ അതിനെതിരായിട്ടൊരു മറുപടി പോലും ഒന്ന് മൂളുക പോലും ചെയ്യാത്ത പാർട്ടിയാണ് ഈ VD സദസ്യനും ഈ അന്നത്തെ സ്ഥാനാർത്ഥിയും. നിലമ്പൂർ ഒരു പരസ്യമായിട്ട് മുന്നണിയെ പോലെ അവർ കൂടെ വന്നു. ഇനി എന്തിനധികം കേവലം 15-16 ദിവസങ്ങൾക്ക് മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ തലമുതിർന്ന നേതാവ് പ്രഖ്യാപിച്ചു, ഞങ്ങളുടെ 2 സ്ഥാനാർത്ഥികൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പിന്തുണയ്ക്കുന്ന 2 സ്ഥാനാർത്ഥികൾ UDFിനോടൊപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇനി അതിലുപരിയായിട്ട് പി റജി പറയേണ്ട ഒരു മറുപടി ഉണ്ട്. മുസ്ലിം ലീഗ് ഈ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടാൻ തയ്യാറാണോ? പറയൂ. അവർ പരസ്യമായിട്ട് തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഇവരെ അനുഭവിക്കുന്ന സമസ്ത പൂർത്തിയാക്കിക്കട്ടെ. എന്റെ ചോദ്യത്തിനുള്ള മറുപടി ഇതാണ്. ഇനിയിപ്പോ നിങ്ങളിപ്പോ അവരെ ജനാധിപത്യവാദികളായിട്ട് വെള്ളപൂശാൻ ശ്രമിച്ചാലോ? ഞാൻ പറഞ്ഞല്ലോ, 53ഓളം രാജ്യങ്ങളോട് ഒരു പ്രസ്ഥാനമാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. കേരളത്തിൽ ഒരു പൊതുസമൂഹം ഉണ്ട്, ഏതാണ് 4 കോടി വരുന്നത്, 2,50,00,000 വരുന്ന വോട്ടർമാരുണ്ട്. ആ സമൂഹം നിങ്ങളുടെ നിലപാടിനെ അംഗീകരിക്കുമോ? ഈ കൊടും വർഗീയവാദികളെ, ഈ ജനാധിപത്യ വിരുദ്ധവാദികളെ, ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ രാഷ്ട്രീയ ഈ സംഘടനയെ ഈ നാട്ടിലെ ജനങ്ങൾ ഇവരെ അംഗീകരിക്കുമോ? നിങ്ങൾ ഞങ്ങളെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. അതിനുള്ള മറുപടി 2026 കിട്ടും. അതാണ് VD സദസ്സിന്റെ നേതൃത്വത്തെ പോലെ ചോദ്യം ചെയ്യപ്പെടുന്നത്. എന്തിനാണ് ഹൈക്കമാൻഡ് പോലും VD സദസ്സിനെ തള്ളിക്കളയാനായിട്ടുള്ള എന്താ പറയുക ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ ഒറ്റ കാരണം കൊണ്ടാ. ആ ഒരു കാരണത്തിന്റെ കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ ജനങ്ങൾ നടത്തും 2026 ശരി ശരി. ശ്രീ KP റഹ്മത്തുള്ള, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. ശ്രീ KP റഹ്മത്തുള്ള, നോക്കൂ, ഒരു ഭാഗത്ത് ഹിന്ദു രാഷ്ട്ര നിർമ്മാണം എന്നത് പ്രധാന അജണ്ടയാക്കി RSS മുന്നോട്ട് പോകുന്നു. BJP ആ ആശയങ്ങളെ ഏറ്റെടുക്കുന്നു. കേരളത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ലക്ഷ്യങ്ങളോടെയാണ് BJP ഒരു ഭാഗത്ത് നിൽക്കുന്നത്. മറ്റൊരു ഭാഗത്ത് ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകൾ സമാഹരിക്കാനുള്ള എല്ലാ വിധത്തിലുമുള്ള തന്ത്രങ്ങൾ ഒരുക്കി ഇടതുപക്ഷം നിൽക്കുന്നു. അവിടെ അവരുമായാണ് ജീവൻ മരണ പോരാട്ടത്തിൽ UDF നിൽക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ തനിനിറം എന്താണ്, അവരുടെ രാഷ്ട്രീയ പാർട്ടി വിഭാഗങ്ങളുടെ തനിനിറം എന്താണ് എന്നത് കൂടുതൽ വ്യക്തമായി വരികയാണ്. താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ
അതും പരസ്യമായ ഇത്തരം സംവാദ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നവോത്ഥാന നായകന്മാർ, BR അംബേദ്കറെ പോലെയൊക്കെയുള്ള നവോത്ഥാന നായകന്മാർ ആണ് മൗദൂദിയും മറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നടക്കുന്ന ഈ ശ്രമം വെൽഫെയർ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അവരെ ഒപ്പം കൂട്ടി മുന്നോട്ട് പോവുക എന്നത് UDFനെ സംബന്ധിച്ച് സാധ്യമാകുന്നതാണോ? അത്തരത്തിലൊരു മുന്നണി പ്രവേശനം ഉൾപ്പെടെ ഉള്ള എന്തെങ്കിലും നീക്കങ്ങൾ ഇനി നടക്കുമോ? UDFനെ സംബന്ധിച്ച് ഇതിനോടകം പറഞ്ഞിട്ടുള്ള, ഇതിനോടകം അവരുടെ വോട്ട് വാങ്ങിയിട്ടുള്ള ചരിത്രം എന്നത് തന്നെ അവർക്കൊരു ബാധ്യതയാകുമോ? കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് മലപ്പുറത്ത് സോളിഡാരിറ്റി എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗമാണ് മൗലാന മൗദൂദിയുടെയും യൂസുഫുൽ കർലാവിയുടെയും അനുസ്മരണ സമ്മേളനങ്ങൾ നടത്തുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ നീക്കത്തിന്റെ ഭാഗമാണ് എന്ന് പറയാൻ കഴിയില്ല. മൗദൂദി മരണപ്പെട്ടത് 1979 സെപ്റ്റംബർ 22-നാണ്. യൂസുഫുൽ കർലാവി എന്ന് പറയുന്ന ഖത്തർ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന അന്താരാഷ്ട്ര ഇസ്ലാമിക പണ്ഡിതനാകട്ടെ മരിച്ചത് 2022 സെപ്റ്റംബർ 26-നുമാണ്. അനുസ്മരണ സമ്മേളനങ്ങൾ മാത്രമാണ് അവർ അവരുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇൻഡോർ പരിപാടിയായി നടത്തുന്നത്. എന്ന് മാത്രമല്ല, 36 രാജ്യങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നു എന്ന് റെജി ലൂക്കോസ് പറയുന്നത് ശരിയല്ല. അവിഭക്ത ഇന്ത്യയിലാണ് ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കപ്പെട്ടത്. പഞ്ചാബിലെ പട്ടാൻകോട്ട് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു മൗലാന മൗദൂദ് ജനിച്ചത്. ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായതിനു ശേഷമാണ് അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോവുകയും പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയും കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി മുൻ അമീറുമായിരുന്ന T ആരിഫ് അലി മൗലാന മൗദൂദിയെ ഞങ്ങൾ ഇമാമായി അംഗീകരിക്കുന്നില്ല എന്ന് ഏതാനും കുറെ വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് പത്രസമ്മേളനത്തിൽ പരസ്യമായി പറഞ്ഞതാണ്. മൗലാന മൗദൂദിയെ അല്ല ഞങ്ങൾ വഴികാട്ടിയായി കാണുന്നത് എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, മൗലാന മൗദൂദി എഴുതിയ സാഹിത്യങ്ങളും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും ഒക്കെ അതുപോലെ പിന്തുടരുന്നു എന്ന് ജമാഅത്തെ ഇസ്ലാമി ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാനൊരു കാര്യം ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ ശ്രീ KP റഹ്മത്തുള്ള. T ഇസ്മായിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതിന്റെ ഒരു ഭാഗം കൂടി ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. മൗദൂദിയെ വില്ലനൈസ് ചെയ്യുന്നതിൽ പൂർണ്ണമായും വിജയിച്ചു എന്ന് കരുതുന്ന സംഘപരിവാർ സെക്കുലർ സൈക്കിളിന്റെ മൂർധാവിൽ ഏൽക്കുന്ന പ്രഹരം കൂടിയാണ്. മൗദൂദി ചിന്തകൾ കൂടുതൽ കരുത്തോടെ ലോകത്തെ നയിക്കും. പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും. ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് തന്നെ ഇവരുടെ തലക്കേൽക്കുന്ന മൂർധാവിലേൽക്കുന്ന പ്രഹരമാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. മൗദൂദിയെ വില്ലനൈസ് ചെയ്യുന്നതിൽ പൂർണ്ണമായും വിജയിച്ചു എന്ന് കരുതുന്ന സംഘപരിവാർ സെക്കുലർ സൈക്കിളിന്റെ. അപ്പോൾ അവർ ആ ആശയം ഉപേക്ഷിച്ചു എന്നതിൽ പറയുന്നുണ്ടോ? മൗലാന മൗദൂദി കമ്മ്യൂണിസവും മുതലാളിത്തവും ലോകത്ത് ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തയുടെ വിപുല മാനങ്ങൾക്ക് ചിന്താപരമായ സംഭാവനകൾ നൽകിയ മൗദൂദിയുടെയും അദ്ദേഹത്തിന്റെ ഗുരുസ്ഥാനീയനായി കണക്കാക്കുകയും ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്ക് ദിശാബോധം നൽകിയ ഖറദാവിയുടെയും സംഭാവനകൾ ചർച്ച ചെയ്യുന്ന പരിപാടി. അങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൗലാന മൗദൂദിയുടെ ആശയങ്ങളും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് എഡിറ്റ് ചെയ്ത ഭാഗങ്ങളും മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കുത്തുബാത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വളരെ ഏറെ വിഖ്യാതമായ ഒരു പുസ്തകമുണ്ട്. അതിൽ ഒരുപാട് ഭാഗങ്ങൾ, ജിഹാദ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ജമാഅത്തെ ഇസ്ലാമി നീക്കം ചെയ്താണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ജമാഅത്തിന്റെ ഇപ്പോഴത്തെ അഖിലേന്ത്യാ സെക്രട്ടറി തന്നെ മൗലാന മൗദൂദി ഞങ്ങളെ വഴി നടത്തുന്നില്ല, ഇന്ത്യയിൽ പ്രത്യേക സാഹചര്യത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം അപ്പുറം എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, UDF നേതൃത്വം അല്ലെങ്കിൽ മുസ്ലിം ലീഗോ കോൺഗ്രസോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രാദേശിക പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും ഞങ്ങളുടെ ഘടക കക്ഷിയാക്കി വെൽഫെയർ പാർട്ടിയെ ഉൾപ്പെടുത്തുമെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നൽകുമ്പോൾ അത് സ്വീകരിച്ചു എന്നത് മാത്രമാണ് UDF നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ചെയ്തിട്ടുള്ളത്. VD സതീശൻ മത്സരിച്ചപ്പോൾ 7 തവണ മത്സരിച്ചപ്പോൾ 6 തവണയും നോർത്ത് പറവൂർ മണ്ഡലത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണ ഇടതുപക്ഷത്തിനായിരുന്നു എന്ന് നമ്മൾ മറന്നുകൂടാ. തെരഞ്ഞെടുപ്പുകളിൽ തരാതരം LDF ആണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ഒരുപാട് തെരഞ്ഞെടുപ്പുകളിലെ പിന്തുണ സ്വീകരിക്കുക. എന്ന് മാത്രമല്ല,
ഇപ്പോൾ നേരത്തെ റെജി ലൂക്കോസ് പറഞ്ഞ അടിയന്തരാവസ്ഥക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അത്രയും കാലം ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ വോട്ട് പോലും ചെയ്തിരുന്നില്ല. എന്നാൽ തങ്ങളെ നിരോധിച്ച കോൺഗ്രസ് സർക്കാരിനെതിരെ അടിയന്തരാവസ്ഥക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ RSS ഉൾപ്പെടെ അല്ലെങ്കിൽ ജനസംഘം ഉൾപ്പെടെയുള്ള ജനതാ പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുകയും അവർ പരസ്യമായി വോട്ട് ചെയ്യുകയും ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കും. മാത്രമല്ല 1970 തന്നെ RSSുമായി പരസ്യമായി ചർച്ച നടത്തിയവരാണ് ജമാഅത്തെ ഇസ്ലാമി. ഏറ്റവും അടുത്ത് ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ RSSന്റെ 2ാം നിര നേതാക്കളുമായി നടത്തിയ ചർച്ച വലിയ വിവാദമായിരുന്നു. ഇനി 1ാം നിര നേതാക്കളുമായി തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന് തുറന്നു പറഞ്ഞവരാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ടി ആരിഫ് അലി. ആ നിലയിൽ ജമാഅത്തെ ഇസ്ലാമി അവരുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നതിനെ വലിയ ഭയാശങ്കകളോടുകൂടി നമ്മൾ നോക്കിക്കാണേണ്ടതില്ല. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് VD സതീശൻ അങ്ങനെ പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നതോടുകൂടി എന്തായാലും ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും അത് എതിർക്കപ്പെടേണ്ടതാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ദേശീയ മാധ്യമത്തിൽ ഉൾപ്പെടെ വന്ന് ഇത്രയധികം മണിക്കൂറുകളാകുന്നു, ചർച്ചകളാകുന്നു, CPM-ൻ്റേതുൾപ്പെടെയുള്ള പ്രതികരണം വരുന്നു. ഒരു തിരുത്തും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നതുകൂടി, അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പരിപാടി ഇതല്ല എന്ന ഒരു വിശദീകരണം പോലും ഉണ്ടായിട്ടില്ല എന്ന കാര്യം കൂടി ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഞാൻ അതിഥികളിലേക്ക് തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ ബി റജി, ഇതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് PMA സലാം എന്നതാണ് ആ ദേശീയ മാധ്യമത്തിൽ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. തങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന കാര്യമാണ് PMA സലാം ഇക്കാര്യത്തിൽ പറഞ്ഞത് എന്നാണ് മനസ്സിലാകുന്നത്. മൗദൂദിസവുമായി തങ്ങൾക്ക് ഒരു ബന്ധവുമില്ലെന്നും അതിനോട് യോജിക്കുന്നില്ല എന്നുമാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നത് ദേശീയ മാധ്യമം ഉദ്ധരിക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഇപ്പോൾ ലീഗിൻ്റെ കൂടി താല്പര്യത്തിലാണ് ഈ ബാന്ധവം നടക്കുന്നത്. പക്ഷേ കൂടെ കൂട്ടാൻ പറ്റില്ല എന്ന് കണ്ട് മുസ്ലിം സംഘടനകൾ അകറ്റി നിർത്തിയിരുന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയെ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും പാണക്കാട് തങ്ങൾമാർ എന്താണ് സ്വീകരിച്ചിരുന്ന സമീപനം എന്നത് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുകയാണ്. അപ്പോൾ ലീഗിന് സ്വീകാര്യമാകുമോ ഇത്തരത്തിൽ ഉള്ള നീക്കങ്ങൾ? ഈ പ്രകടമായി മൗദൂദിസം താഴെത്തട്ടിലേക്ക് എത്തിക്കാൻ ശ്രമം നടക്കുമ്പോൾ അവരെ ഒപ്പം കൂട്ടുക, അല്ലെങ്കിൽ അവരുടെ വോട്ട് സ്വീകരിക്കുക, അത് പരസ്യമായി ന്യായീകരിക്കുക എന്നത് ലീഗിനെ സംബന്ധിച്ച് അവരുടെ അസ്തിത്വം തന്നെ ഇല്ലാതാക്കുന്നതാകില്ലേ? നിലപാട് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ അത് സംബന്ധിച്ച് ആ വിവാദം അവിടെ അവസാനിക്കേണ്ടതല്ലേ? ബഹുമാനനായ ശ്രീ റെജി ലൂക്കോസ് ഇതേ സെയിം ചോദ്യം തന്നെ ഉന്നയിച്ചിരുന്നു. മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടാൻ തയ്യാറുണ്ടോന്ന്. ആ ചോദ്യത്തിന്റെ ഒരു ഉത്തരം ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ വിഭാഗം കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുവാൻ തുനിഞ്ഞത് 2019 ശേഷം, അതായത് ദേശീയ തലത്തിൽ കോൺഗ്രസ് ആണ് മതേതര ചേരിക്ക് നേതൃത്വം നൽകുന്നതെന്നും BJP-യെയും RSS-നെയും അതിശക്തമായി നേരിടാൻ കഴിവുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആണെന്നും തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് വെൽഫെയർ പാർട്ടി കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ദീർഘകാലം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നേടിക്കൊണ്ട് രാഷ്ട്രീയ വിജയം കൈവരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് CPM. അതിന്റെ നേതാവാണ് ഇന്ന് മലക്കം മറിഞ്ഞ ഈ കാലാകാലങ്ങളിൽ നിറം മാറിക്കൊണ്ട് അവരുടെ യഥാർത്ഥ സ്വരൂപത്തെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത്. നോക്കൂ, 1996 ഏപ്രിൽ 22 ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച ഒരു മുഖപ്രസംഗമുണ്ട്. അതില് അവർ പറയുന്നത് എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ CPM-ന് നല്ലതെന്നാണ് പറയുന്നത്. ഇനി അതിനേക്കാൾ പ്രധാനമായിട്ട് മറ്റൊരു കാര്യം കൂടെ പറയാം. 2009 ഏപ്രിൽ 14 അന്നത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സാക്ഷാൽ പിണറായി വിജയൻ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇസ്ലാമിക രാഷ്ട്രീയത്തിൽ ശക്തമായ മതേതര നിലപാടുകൾ എടുക്കുന്ന പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി. അവരുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കും. ഇനി പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞ എന്താണെന്ന് അറിയാമോ? അവരുടെ വോട്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ടെന്ന് പറയാനുള്ള വിഡ്ഢിത്തം ഞങ്ങൾക്കില്ല എന്നാണ് പറയുന്നത്.
അപ്പോ ഇനി അത് മാത്രമല്ല 2011 124 മണ്ഡലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്, CPM സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇടതുപക്ഷം പ്രത്യേകിച്ച് CPM സ്വീകരിച്ചിട്ടുണ്ടെന്നും അതിന് CPM ഞങ്ങൾക്ക് നന്ദി പറഞ്ഞിട്ടുണ്ടെന്നും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പൊതുസമൂഹത്തിനോട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ CPM-നോടൊപ്പം നിൽക്കുമ്പോൾ അത് വർഗീയ തരത്തിലുള്ള വർഗീയത പറയുന്ന പാർട്ടിയാണെന്നും അവര് കോൺഗ്രസിന്റെ മതേതരത്വ നിലപാടിനെ ദേശീയ തലത്തിലുള്ള മതേതരത്വ നിലപാടിനോടൊപ്പം ചേർന്നുകൊണ്ട് RSSനെയും BJPയെയും പ്രതിരോധിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ ചേരിയിലേക്ക് വരുമ്പോൾ അത് വർഗീയ നിലപാടുമായി മാറ്റുന്നത് അങ്ങേയറ്റത്തെ കപടതയും അത് രാഷ്ട്രീയമായി സത്യസന്ധതയില്ലായ്മയുമാണ്. ഒരു പാർട്ടി അവരുടെ വർഗീയ നിലപാടുകൾക്ക് ഒക്കെ അകന്നു നിന്നുകൊണ്ട് ദേശീയ ഐക്യത്തിനും ദേശീയ ഭരണഘടനയ്ക്കും മൂല്യങ്ങൾക്കും ഭരണഘടനാ CPM-നെ സംബന്ധിച്ച് അവർ ഇവിടെ പറയുന്ന കാര്യങ്ങളാണ്. നോക്കൂ, ദേശീയ തലത്തിൽ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാത്ത സമരം നടത്തുന്നവർ കേരളത്തിൽ ന്യൂനപക്ഷ വർഗീയതയുമായി ഒപ്പം നിൽക്കുന്നു എന്നത് രാഹുൽ ഗാന്ധി ഉയർത്തുന്ന എല്ലാ വാദങ്ങളെയും തകർക്കുന്നതായിരിക്കും. ആ രീതിയിൽ തന്നെയായിരിക്കും അത് തെരഞ്ഞെടുപ്പ് രംഗത്ത് BJP ഉപയോഗിക്കുക. അപ്പോൾ ഇവിടുത്തെ ഒരു നേട്ടം എന്നത് പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ വർഗീയതയെ ഒപ്പം നിർത്തിയാൽ അത് രാജ്യത്താകമാനം കോൺഗ്രസിന്റെ സാധ്യതകളെ ഇല്ലായ്മ ചെയ്യും. നോക്കൂ രേണുക, അത് തെറ്റായ ഒരു നിഗമനമാണ്. ഇവിടെ ഈ ഇന്റർനാഷണൽ കോൺഗ്രസിനെ കുറിച്ച് അങ്ങേക്ക് വ്യക്തമായ ഒരു അതിന്റെ ചിത്രം അറിയാമല്ലോ. ഇന്ത്യയിൽ ഇതേ രീതിയിൽ മതേതരത്വം പറയുന്ന വേറെ മറ്റൊരു ദേശീയ രാജ്യത്തെ സാഹചര്യം നല്ലതുപോലെ അറിയാം. ലീഗിന്റെ പിന്തുണ മേടിച്ച ലീഗിന്റെ കൊടികൾ പോലും ഏത് നിലയിലാണ് ഉത്തരേന്ത്യയിൽ പ്രചരിപ്പിച്ചതെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. നോക്കൂ, അത് അവര് രാഷ്ട്രീയമായിട്ട് വർഗീയമായിട്ട് ചേരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടി BJP എടുത്ത് പ്രയോഗിച്ച ഒരു തന്ത്രമായിരുന്നു അത്. ഇവിടെ ന്യൂനപക്ഷ വർഗീയതയായാലും പിന്നീട് രാഹുൽ ഗാന്ധി എത്തിയപ്പോ നമ്മള് ഒരു ബലൂണും കണ്ടില്ല, ഒരു കൊടിയും കണ്ടില്ല, അങ്ങനെ മാറേണ്ടി വന്നു. ആ ഇടത്താണ് ഈ വർഗീയത പറയുന്ന ഇസ്ലാമിക രാഷ്ട്രം എന്നത് ലക്ഷ്യമിട്ട് താഴെത്തട്ടിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്ന സംഘടനകളുടെ രാഷ്ട്രീയ പാർട്ടികളുമായി കൂട്ടുചേരാൻ നിൽക്കുന്നതെങ്കിൽ ഏത് തരത്തിലുള്ള പ്രചാരണമായിരിക്കും അഴിച്ചുവിടപ്പെടുക? എന്തായിരിക്കും അജണ്ട? എങ്ങനെയായിരിക്കും അജണ്ട സെറ്റ് ചെയ്യുക? എങ്ങനെയായിരിക്കും അത് താഴെത്തട്ടിലേക്ക് എത്തിക്കുക എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നോക്കൂ, പ്രാദേശികമായിട്ടുള്ള ചില എന്തെങ്കിലും അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കൊടിതോരണങ്ങൾ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തതിന്റെ ആവശ്യമില്ല. അതൊക്കെ പ്രാദേശിക തലത്തിലുള്ള കാര്യമാണ്. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും അതിനെ ഒരേ നാണയത്തിൽ കണ്ടുകൊണ്ട് ഇന്ത്യയുടെ മതേതരത്വത്തിലും ജനാധിപത്യത്തിലും ബഹുസ്വരതയിലും വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണെന്ന് നമ്മൾ ഓർക്കണം. നോക്കൂ, ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇന്ത്യയിലെ ജാതികളും ഉപജാതികളും അതിന്റെ സബ് ക്ലാസും എല്ലാം കൂടെ ചേർത്ത് എത്ര ഉപജാതികൾ ഉണ്ടെന്നറിയാമോ? 43 ലക്ഷത്തിലധികം ജാതികൾ ഇന്ത്യയിൽ ഉണ്ടെന്നാണ് ഏറ്റവും ഒടുവിലെ ഒരു കനേഷുമാരി റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ജാതി മത ശക്തികളുമായി ഒരേ അകലം പാലിച്ചുകൊണ്ട് എല്ലാത്തിനെയും തുല്യതയിൽ കാണുന്ന ഒരേ വീക്ഷണത്തോടെ കാണുന്ന ഒരേ ഒരു മതേതരത്വ പാർട്ടിയാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. അതിന്റെ മതേതര മൂല്യങ്ങളിലെ കുറിച്ച് ഇന്ത്യയിലെയും കേരളത്തിലെയും ജനങ്ങൾക്ക് നല്ല വ്യക്തമായ ബോധ്യമുണ്ട്. അത് ആരെയും കാണിച്ചു കൊടുക്കേണ്ടത് ആവശ്യമില്ല. 2026 തെരഞ്ഞെടുപ്പിൽ പോലും നമുക്കത് കാണാൻ കഴിയും. വൻ ഭൂരിപക്ഷത്തിൽ ഏതാണ്ട് 100 സീറ്റിലധികം സീറ്റോടുകൂടി ഈ ഇന്റർനാഷണൽ UDF സംവിധാനം. താങ്കളുടെ വിശ്വാസം താങ്കളെ രക്ഷിക്കട്ടെ, താങ്കളുടെ പ്രസ്ഥാനം, താങ്കൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തെയും രക്ഷിക്കട്ടെ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ A. സജീവൻ, നോക്കൂ, എത്ര വലിയ പ്രതിസന്ധിയിലാണ് UDF പെട്ടിരിക്കുന്നത്. ഇവിടെ NSS ജനറൽ സെക്രട്ടറി കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് നിലപാട് എന്നത് പറഞ്ഞതാണ്. കോൺഗ്രസിനെ വിമർശിച്ചില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിനൊപ്പം ഇല്ല എന്നത് മാത്രമല്ല, അവർക്ക് ന്യൂനപക്ഷ വോട്ട് മതിയല്ലോ എന്നുകൂടി പറയുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അവിടെ നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ടാത്ത സാഹചര്യമാണ്. അങ്ങനെ ന്യൂനപക്ഷ വോട്ടിലേക്ക് പോയാൽ ഇതാണ് അവസ്ഥ. ഇവിടെ ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുമായി ഒന്നിച്ചു തന്നെ പോകാമെന്ന് തീരുമാനമെടുത്താൽ ദേശീയ തലത്തിൽ അത് എങ്ങനെ പ്രതിഫലിക്കും, എന്താകും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്നത് കണക്ക് കൂട്ടുക വയ്യ. അപ്പോൾ UDF പെട്ടിരിക്കുന്ന വലിയ ഒരു പ്രതിസന്ധിയെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? UDF-നെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് VD സതീശിന്റെ ഈ ഒരു പ്രസ്താവനയാണ്. അതായത് മതേതര നിലപാടാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത്, അവർ മൗദൂദിസം വിട്ടിരിക്കുന്നതാണല്ലോ അദ്ദേഹം പറഞ്ഞത്. എന്തുകൊണ്ടാണ് റെജിയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴത്തെ അവസ്ഥ ഇന്ന് PMA സലാം എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അവരുമായിട്ട് ബന്ധമില്ല, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധമില്ല, രാഷ്ട്രീയ ബന്ധമില്ല എന്ന് പറയാൻ കാരണം അത് പറഞ്ഞാൽ ഉണ്ടാവുന്ന അപകടം അവർക്ക് കൃത്യമായിട്ട് അറിയാം.
സുന്നി വിഭാഗത്തിൽ EK വിഭാഗമാണല്ലോ കുറെ കൂടി ലീഗിനെ പിന്തുണയ്ക്കുന്നത്. അത് അവർ ശക്തമായിട്ട് അവരുടെ മുഷാവറ വളരെ ശക്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യം ജമാഅത്തെ ഇസ്ലാമി വർഗീയ സംഘടനയാണെന്നാണ്. ഞാൻ അതിനോട് യോജിക്കുകയാണോ അല്ലയോ എന്നുള്ള കാര്യം വേറെ. ജമാഅത്തെ ഇസ്ലാമിയെയും RSSനെയും ഒക്കെ അവർ ഒരേ തട്ടിലാണ് കാണുന്നത്. NDFനെ അതേ രീതിയിലാണ് അവർ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഘടന, സാമുദായിക സംഘടന നിലപാട് വ്യക്തമാക്കിയിരിക്കെ ഇനിയോട്ടെ PMA ഒക്കെ ഉൾപ്പെടുന്ന മുജാഹിദ് വിഭാഗം ഇതേ നിലപാടിൽ തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമി വർഗീയ സംഘടനയാണ് എന്ന നിലപാടാണ് മുജാഹിദിലെ എല്ലാ വിഭാഗങ്ങൾക്കും ഉള്ളത്. അപ്പൊ അങ്ങനെ ആയിരിക്കും ലീഗിന്റെ പിന്തുണ എന്ന് പറയുന്നത് മുജാഹിദുകളും സുന്നികളും ഒക്കെയാണല്ലോ. ഈ കാന്തപുരത്തിന്റെ ആളുകളാണെങ്കിൽ പോലും അവർ ജമാഅത്തെ ഇസ്ലാമിയെ ഇതേപോലെ അംഗീകരിക്കുന്നില്ല. അപ്പൊ അവിടെയാണ് ഇത്തരത്തിൽ ഇവരുടെയൊക്കെ പിന്തുണ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ഈ ചർച്ചയിൽ പല ആളുകൾ റെജി ഉൾപ്പെടെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ റഹ്മത്തുള്ളയൊക്കെ പറഞ്ഞ പോലെ നേരത്തെ CPM നേടിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് CPM വാങ്ങിയിട്ടില്ല, LDF വാങ്ങിയിട്ടില്ല എന്നവർക്ക് പറയാൻ പറ്റില്ല. അത് സ്വാഭാവികമായിട്ടുണ്ടായിട്ടുണ്ട്. നേരത്തെ ഗോവിന്ദ മാഷ് പറഞ്ഞ ഒരു വിഡ്ഢിത്തം ഉണ്ടല്ലോ, അതായത് ചരിത്രത്തിൽ RSSുമായിട്ട് നിങ്ങൾ നേരത്തെ ബന്ധം ഉണ്ടാക്കിയിട്ടില്ലെന്ന് വെച്ചപ്പോ അത് ഉണ്ടല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞുള്ളത്. അത് തെറ്റായിരുന്നു. കാരണം RSSുമായിട്ടല്ല അന്ന് CPM ബന്ധം ഉണ്ടാക്കിയത്, പിരിച്ചുവിടപ്പെട്ട ജനസംഘം കൂടി ഉൾപ്പെടുന്ന ജനതാ പാർട്ടിയുമായിട്ടാണ്. അപ്പോഴും RSS എന്ന് പറയുന്ന സംഘടന വേറെയായിട്ട് അവിടെയുണ്ട്. പിന്നീട് അതിൽ പ്രശ്നം വരുന്നത് ഈ ആളുകൾക്ക് ജനസംഘത്തിൽ നിന്ന് ജനതാ പാർട്ടിയിലേക്ക് മാറിയിട്ടുള്ള ആളുകൾക്ക് RSS ബന്ധമുണ്ട് എന്നതിന്റെ പേരിലാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും രാഷ്ട്രീയമായിട്ട് അറിയാത്ത പോലെയാണ് ഈ തെറ്റായിട്ടൊരു വിവരക്കേട് അന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞില്ല. അപ്പൊ അതേപോലെ ഒരു കാര്യമാണ് ഇവിടെ സതീശനും പറയുന്നത്. സതീശൻ ഇത് പറയുമ്പോൾ ഈ എല്ലാ സംഘടനകളും, അതായത് സുന്നി വിഭാഗം, EK AP വിഭാഗങ്ങളും മുജാഹിദുകളും ഒക്കെ ഒരേപോലെ തള്ളിക്കളയുന്ന അല്ലെങ്കിൽ അകറ്റി നിർത്തുന്ന ഒരു പ്രസ്ഥാനം മതേതര പ്രസ്ഥാനമാണ്. അവര് മറ്റൊരു വർഗീയമാണെന്ന് പറയുമ്പോൾ മതേതര പ്രസ്ഥാനമാണെന്ന് പറഞ്ഞ സതീശന്റെ നിലപാടാണ് പ്രശ്നം. അതിനെ ലീഗ് ഇപ്പോൾ അംഗീകരിക്കില്ല. അതേപോലെ അംഗീകരിക്കാൻ കോൺഗ്രസിലെ പല നേതാക്കന്മാർക്കും കഴിയില്ല. സതീശന് തന്നെ ഇത് പിന്നീട് വിഴുങ്ങേണ്ടി വരും. ശരി. എന്തായാലും അദ്ദേഹം പറഞ്ഞത് മാറ്റി പറയുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ശ്രീ റെജി ലൂക്കോസ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഹിന്ദു വോട്ടുകളുടെ സമാഹരണത്തിനുള്ള സാധ്യമായ എല്ലാ വഴികളും തേടിയിരിക്കുമ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമി തന്നെ ഇത് ഇങ്ങനെ ഒരു അവസരം CPMന് മുന്നോട്ട് വെച്ച് തരുന്നത്. അത് മാക്സിമം പ്രയോജനപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് നേതാക്കൾ നടത്തുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിങ്ങനെ കത്തിക്കുക, മാക്സിമം പോളറൈസേഷൻ സൃഷ്ടിക്കുക എന്നത് തന്നെ ആയിരിക്കുമോ ഇടത് തന്ത്രം ഇനിയുള്ള ദിവസങ്ങളിൽ? ഞങ്ങൾക്ക് പ്രത്യേക തന്ത്രത്തിന്റെ ആവശ്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ കഴിഞ്ഞ 9 വർഷമായിട്ട് ഹൃദയത്തിലേറ്റിയ ഒരു ജനം ഇവിടെ ഉണ്ട്. ഞങ്ങളവിടെ ജാതിയുടെയും മതത്തിന്റെയും പേര് ഞങ്ങൾ വോട്ടില്ല. ഇപ്പൊ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് മതേതരത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ലോക മാതൃകകളിൽ ഒന്നായ കേരളത്തിന്റെ അഭിമാനമായിരിക്കുന്ന ശബരിമലയുടെ പ്രാധാന്യം ലോകത്തോടെ വിളിച്ചറിയിക്കാനാണ് നടത്തിയ ഒരു സംഗമം. അതൊരു മതേതരത്തിന്റെ ഒരു സംഗമമായിരുന്നു. അതുവരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന മെഡിസിനെ പോലുള്ളവർ അതിന്റെ അപകടം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ എന്താ പറയുക മണ്ടത്തരങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് കേരളത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സംഘടനകളും ജനങ്ങളും ഒന്നിച്ച് ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്നതിന് ഞങ്ങളുടെ തന്ത്രമായിട്ട് എന്താ പറയുന്നത്, ഇപ്പൊ NSS പിന്തുണച്ചു, ഞങ്ങളുടെ തന്ത്രമാണ്. SNDP പിന്തുണച്ചു, 27ഓളം സമുദായ സംഘടനകളെ പിന്തുണച്ചു. അവർ വിശ്വസിക്കുന്നത് കേരളത്തിന്റെ ജനാധിപത്യത്തിനും മതേതരത്തിനും സംഭാവന നൽകുന്ന, വികസനത്തിന് സംഭാവന, ലോകത്തിന് മാതൃകയായി സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റ് നിലനിൽക്കണമെന്നുള്ള. അപ്പോഴാണ് VDSസിനെ പോലുള്ളവര് അപകടകരമായ ഒരു രാഷ്ട്രീയ ഒരു സംഘടനയെ വെള്ളം പൂശിക്കൊണ്ട് തങ്ങളോടൊപ്പം നിർത്തുക എന്ന് പറയുമ്പോൾ അതിന്റെ വൈരുദ്ധ്യമാണ് ഇവിടെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പൊ ഇവിടെ പ്രിയപ്പെട്ട റെജി വീണ്ടും ഒരു വൈരുദ്ധ്യം അദ്ദേഹം കൊണ്ടുവന്നു. അതായത് രജി മനസ്സിലാക്കേണ്ട വസ്തുത, ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി പാർലമെന്റിലേക്ക് വയനാട്ടിൽ നിന്ന് മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ കൊടിയോ നിറമോ അവിടെ പാടില്ല എന്ന് പറഞ്ഞ് വിലക്ക് ഏർപ്പെടുത്തിയവരാണ് നിങ്ങൾ. എന്തുകൊണ്ടാണ് അവിടെയുള്ള നിങ്ങളുടെ കപട മതേതരത്തിന് എന്തെങ്കിലും പോറൽ ഏൽപ്പിക്കുകയോ എന്ന് ഭയന്നിട്ടല്ലേ നിങ്ങളുടെ ഘടകകക്ഷിയുടെ കൊടി പോലും അവിടെ നിങ്ങൾ. സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് എനിക്ക് റഹ്മത്തുള്ളയിലേക്ക് കൂടി ഒന്ന് പോകണം. ശ്രീ റഹ്മത്തുള്ള, മലബാറിനപ്പുറം വലിയ ഇമ്പാക്ട് തന്നെ സൃഷ്ടിക്കുമോ ഇപ്പോൾ നടക്കുന്ന ജമാഅത്തുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ, ഒപ്പം തന്നെ അത് ഉയർത്തുന്ന രാഷ്ട്രീയ ചർച്ചകളും? അടിയന്തരാവസ്ഥക്ക് മുമ്പും ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിനു ശേഷവും വർഗീയ സംഘടന എന്ന മുദ്ര കുത്തി കോൺഗ്രസ് ഗവൺമെന്റാണ് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചത്. ആ സംഘടനയെയും അവരുടെ രാഷ്ട്രീയ പാർട്ടിയെയുമാണ് VD സതീശൻ ന്യായീകരിച്ചത് എന്ന വിരോധാഭാസം നമ്മൾ മനസ്സിലാക്കണം.
എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഉള്ളവർ തള്ളിപ്പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല NSSും SNDPയും ഒക്കെ CPM അംഗീകരിച്ചത് UDFന്റെ വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധം കൊണ്ടാണ് എന്നുള്ള ചില രഹസ്യ വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ മലബാറിൽ മാത്രമല്ല ബാക്കി സ്ഥലങ്ങളിലും സീറ്റുകൾ ലഭിച്ചെങ്കിൽ മാത്രമേ UDFന് അധികാരത്തിൽ വരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും കേരള രാഷ്ട്രീയത്തിൽ നിർണായകമല്ലാത്ത ഒരു നിയമസഭാ മണ്ഡലത്തിലും വിജയപരാജയങ്ങൾ നിർണയിക്കാൻ ശക്തിയില്ലാത്ത വെൽഫെയർ പാർട്ടിയെ കൂടെ കൂട്ടി ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ നഷ്ടപ്പെടാൻ UDF നേതൃത്വം തയ്യാറാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ശരി, എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്താണ് നേതാക്കളുടെ മനസ്സിൽ, മുന്നണികളുടെ മനസ്സിൽ എന്നതറിയാൻ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രവുമല്ല വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെ തന്നെ ഒരു പ്രധാന വിഷയമായി ഇത് രൂപപ്പെടും എന്ന സൂചനകളാണ് CPM കേന്ദ്രങ്ങൾ നൽകുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ്@9 കാണാം. നമസ്കാരം.